ദേശീയപാത നിർമ്മാണം പൂർത്തിയായാൽ കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലുണ്ടാകുന്ന ഗതാഗത ക്ലേശം പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടാൽ OKUP സ്കൂളിന് സമീപം ദേശീയപാത ഉപരോധിച്ചു. കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയിലേക്ക് തോട്ടട വഴി പോകേണ്ട ബസ്സുകൾ നടാലിൽ വെച്ച് ട്രിപ്പ് തടസ്സമാവുന്ന പുതിയ ദേശീയപാതയ്ക്കെതിരെയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ ബസ്സുകൾ നിർത്തിവെച്ചാണ് ഇന്ന് പ്രതിഷേധ സമരം നടത്തിയത്. ഞങ്ങൾ ഇവിടെ ഈ പാലങ്ങളും ഈ പറയുന്ന റോഡുകളും ഒക്കെ കെട്ടിപ്പോക്കുന്നത് ജനങ്ങളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുഖകരമായ യാത്രക്കുമാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല, ജനങ്ങളുടെ യാത്ര മുടക്കാനുള്ളതല്ല, ജനങ്ങൾക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാനല്ല. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥ വർഗത്തെ ഒരു നിമിഷം കസേരയിൽ ഇരുത്താൻ അനുവദിക്കരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം. ജനമനസ്സറിയാൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ എന്ത് ഉദ്യോഗസ്ഥന്മാരാണ്? ഈ നാടിന്റെ നാടിമെടുപ്പ് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ എന്ത് ഉദ്യോഗസ്ഥന്മാരാണ്? ഈ റോഡിലൂടെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? വലിയ പ്രശ്നമല്ലേ? ഇവിടെ അണ്ടർ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നവർ പറയുന്നുണ്ട്. പക്ഷേ എത്ര? ഉറുപ്പശക്കാവിന്റെ മുമ്പിൽ അണ്ടർ ബ്രിഡ്ജ് ഉണ്ട്, പക്ഷേ അതിന് വേണ്ടുന്ന സൗകര്യത്തിൽ അത് കിട്ടിയിട്ടില്ല. ഞങ്ങൾ അന്നേ പറഞ്ഞതാ, അത് കെട്ടുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് കുറേയും കൂടെ ഉയരത്തിൽ കെട്ടണം. പക്ഷേ കെട്ടിയില്ല. കെട്ടാത്തത് കൊണ്ട് എന്താ? അതിന്റെ ഉപയോഗം ഇപ്പം നമുക്ക് ലഭ്യമല്ലാതെ പോയി. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നടപടിയും തെറ്റായ തീരുമാനവുമാണ് ഈ പ്രതിസന്ധിക്ക് അടിസ്ഥാന ഘടകമെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. തിരുത്തണം, ഉദ്യോഗസ്ഥന്മാർ തിരുത്തണം. തിരുത്തുന്നില്ലെങ്കിൽ ജനകീയ കോടതിക്ക് മുമ്പിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും. തർക്കം വേണ്ട. ഒറ്റ ശബ്ദത്തിൽ പറയുന്ന ഒരു നാടിന്റെ ശബ്ദമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് അനുകൂലമായ നടപടികൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഈ സ്കൂളിന്റെ മുമ്പിൽ നിങ്ങൾ അണ്ടർ ബ്രിഡ്ജ് ഉണ്ടാക്കണം. ആ അണ്ടർ ബ്രിഡ്ജ് ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിന് പരിഹാരമാവൂ എന്ന് ഞങ്ങൾ എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. ഇതെല്ലാം ഒരുമിച്ച് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അത് നിറവേറ്റണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരത്തും കണ്ണൂരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ടുവെങ്കിലും അവർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. പാലങ്ങളും റോഡുകളും ഉണ്ടാക്കുന്നത് ജനങ്ങളുടെ സുഖകരമായ യാത്രയ്ക്കും സുരക്ഷിതത്വത്തിനുമാണ്. ഊർപ്പഴശ്ശി ക്ഷേത്രത്തിനടുത്ത് അണ്ടർപാസ് ഉയരമില്ലാത്തതിനാലാണ് അതിന് ഉപയോഗം ഇല്ലാതെ വന്നത്. ഇത് ഉദ്യോഗസ്ഥരുടെ തെറ്റായ നടപടി കാരണമാണെന്നും കെ സുധാകരൻ പറഞ്ഞു. ഈ നടപടി തിരുത്തണമെന്നും OKUPക്ക് മുന്നിൽ അണ്ടർപാസ് നിർമ്മിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അണ്ടർപാസ് വേണമെന്ന കാര്യത്തിൽ ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുന്ന ജനതയാണ് ഇന്ന് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്നും സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ഈ ദുരിതത്തിന് പരിഹാരമാവുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതി തീരുമാനിച്ചതെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും സമരത്തിൽ അണിനിരന്നു. തലശ്ശേരിയിലേക്ക് തോട്ടട വഴി പോകേണ്ട ബസ്സുകൾ നടാലിൽ വെച്ച് ട്രിപ്പ് തടസ്സമാവുന്ന പുതിയ ദേശീയപാതയ്ക്കെതിരെയാണ് ഇന്ന് പ്രതിഷേധ മാർച്ച് നടന്നത്. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സത്യൻ വണ്ടിച്ചാൽ അധ്യക്ഷത വഹിച്ചു. KV പ്രദീപ്, INTUC പ്രതിനിധി V ശശീന്ദ്രൻ, VV പുരുഷോത്തമൻ, ശ്രീജിത്ത്, ഹരിദാസ് M, V രാജീവൻ, MK മുരളി, പ്രകാശൻ, P ഹമീദ് മാസ്റ്റർ, വെള്ളോറ രാജൻ, PK പവിത്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. NH 66 പണി ഏതാണ്ട് പൂർത്തിയാകാൻ പോവുകയാണ്. ഈ NH 66 പണി പൂർത്തിയാകുന്നതോടുകൂടി SN കോളേജ് മുതൽ തോട്ടട, നടാല്, എടക്കാട് വരെയുള്ള ആളുകളുടെ യാത്ര ദുരിതപൂർണമാകുവാൻ പോവുകയാണ്. വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന ദേശീയപാതയായ NH 17, ആ NH 17 ആശ്രയിച്ച് യാത്ര ചെയ്തിരുന്ന ആളുകളും അതിലൂടെ സഞ്ചരിച്ചിരുന്ന ബസ്സുകൾക്കും ഒന്നും ഇനി സുഗമമായി. ഇപ്പോൾ വരുന്ന പുതിയ റോഡിന് ആനുപാതികമായി സർവീസ് റോഡില്ലാത്തതിൻ്റെയാണ്. സർവീസ് റോഡുണ്ട്, പക്ഷേ അടിപ്പാത ഇല്ലാത്തതാണ് ഇവിടെ പ്രശ്നം. ഇവിടുന്ന് കണ്ണൂർ തലശ്ശേരി റൂട്ടിലോടുന്ന ബസ് നടാൽ ഗേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ് ഏകദേശം 7 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞ് പോയിട്ട് വേണം സർവീസ് റോഡിലേക്ക് കയറാൻ. ഇത് സാങ്കേതികമായി വലിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്. അതിന് ബസ് ഓണേഴ്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട മുതിർന്നവർ നമ്മോടൊപ്പം ഉണ്ട്. അവർ തന്നെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കും. തോട്ടട, നടാല് വഴി തലശ്ശേരിയിലേക്ക് ഓടുന്ന ബസ്സുകൾ
വർഷങ്ങളായി നടാൽ ഗേറ്റ് കടന്നു പോകുന്നതാണ്. അപ്പോൾ NH-ന് പുതിയ റോഡ് നിർമ്മിക്കുന്നതിനോടെ ഈ സൗകര്യം ഇല്ലാതായി ബസ്സുകൾ വളഞ്ഞ് തലശ്ശേരി ചാല ബൈപ്പാസിൽ കൂടി കടന്നു വേണം സർവീസ് റോഡിൽ പ്രവേശിക്കാനാണെന്നാണ് NH അധികൃതരുടെ തീരുമാനം. ഇത് വളരെയധികം നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഈ നടപടിക്കെതിരെ NH-ൻ്റെ ധിക്കാര നടപടിക്കെതിരെയാണ് ഇന്ന് നമ്മൾ കുറേ ധർണാ സമരം നടത്തി, ടോക്കൺ സ്ട്രൈക്ക് നടത്തി, അങ്ങനെ ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ നടത്തി. അതിൽ നിന്നൊന്നും ബന്ധപ്പെട്ട അധികൃതർ കണ്ണോടിക്കുന്നില്ല, യാതൊരുവിധ ശ്രദ്ധയും ചെലുത്തുന്നില്ല. അവരെ ധിക്കാര നടപടിയിൽ പ്രതിഷേധിച്ചാണ് നമ്മൾ നടാലിൽ നിന്ന് ബസ് ഉടമസ്ഥരും തൊഴിലാളികളും അതേപോലെ തന്നെ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാം കൂടി അടങ്ങിയ ഒരു മാർച്ചും അതേപോലെ തന്നെ NH ഉപരോധവും നടത്താൻ തീരുമാനിച്ചത്. ഈ NH ഉപരോധവും നടത്തി ഇതിനൊരു പ്രശ്നം പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും നിർത്തിവെക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബസ് നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഏറ്റവും അവസാനത്തെ ആണിക്കല്ല് എന്നുള്ള രീതിയിൽ നമ്മൾ ബസ്സുകൾ നിർത്തുന്ന ഇടയിലേക്ക് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ ബന്ധപ്പെട്ട NH അധികൃതരും മറ്റുള്ളവരും യാതൊരുവിധ പരിഗണനയോ അനുകൂല സമീപനമോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വളരെ ധിക്കാരമായ ഒരു ഏകാധിപത്യ രാഷ്ട്രത്തെ നടപ്പിലാക്കുന്ന രീതിയിലുള്ള നടപടിയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് എത്രയും നമ്മളെ മാതിരി തന്നെ വളരെ പ്രയാസങ്ങൾക്ക് ജനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഈ ചുറ്റി വളഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് 7-7.5 കിലോമീറ്ററോളം ഓടുന്നുണ്ട്. 5 ട്രിപ്പ് ഓടുന്ന വണ്ടിക്ക് 35 കിലോമീറ്റർ വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ 20 മിനിറ്റോളം യാത്രക്കാർക്ക് അധിക സമയവും കൂടി ഇതിന് യാത്രയ്ക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ OKUP സ്കൂളിന് മുന്നിലായി ഇപ്പോൾ നിർബന്ധമായും അവിടെ ഒരു അടിപ്പാത നടത്തി നമുക്ക് സർവീസ് റോഡിൽ പ്രവേശിക്കാനുള്ള സൗകര്യം കിട്ടണം. അല്ലെങ്കിൽ ഈ ബസ്സുകളൊന്നും അനിശ്ചിതകാലത്ത് നിർത്തിയ ബസ്സുകളൊന്നും ഇനി ഓടുകയില്ല എന്നും അതിനൊരു പരിഹാരം ഉണ്ടാക്കി ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ മുഴുവൻ നിർത്തിവെക്കേണ്ട രീതിയിലേക്ക് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞു. ഇവരുടെ ഭയം തീർക്കേണ്ടത് അധികാരികൾ തന്നെയാണ്. അധികാരികൾക്ക് മാത്രമേ അത് കഴിയൂ. അത് തീർച്ചയായും ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.